മലബന്ധവും വയറിളക്കവും നമുക്ക് എങ്ങനെ ഒറ്റയടിക്ക് മാറ്റിയെടുക്കാം? എന്താണ് ഈ മലബന്ധത്തിൻ്റെ കാരണം? മലബന്ധമുള്ളവർ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ വയറിളക്കമുള്ളവർ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഡോക്ടർ ഐറിൻ ഷിബു, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നമ്മുടെ വയറിൽ നിന്ന് സ്ഥിരമായിട്ട് മലം പോകാതിരുന്നാലുള്ള അസ്വസ്ഥത അത് അനുഭവിച്ചവർക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ദഹിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാനുള്ള ഒരു തടസ്സത്തെയാണ് നമ്മൾ മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. ഇന്ന് കുട്ടികളിലും അതുപോലെ മുതിർന്നവരിലും ഒരുപോലെ കാണുന്ന ഒരു കണ്ടീഷനാണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം. മലശോധന ഉണ്ടാകുന്ന രീതിയിൽ വരുന്ന എന്തെങ്കിലും തടസ്സം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കാരണം സ്ഥിരമായിട്ട് നമുക്ക് മലം പോവാനുള്ള ബുദ്ധിമുട്ടാണ് ഈ മലബന്ധം എന്ന് പറയുന്നത്. എന്നാൽ ചിലവർ കറക്റ്റ് സമയത്ത് ബാത്റൂമിൽ പോകുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നമുക്കറിയാം, നമ്മുടെ ബോഡിയിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. അതായത് നമ്മൾ കറക്റ്റ് സമയത്ത് അലാറം ഇല്ലാതെ തന്നെ എഴുന്നേൽക്കുന്നു, കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ ബാത്റൂമിൽ പോകുന്നു. ഇതെല്ലാം ആ ഒരു ബയോളജിക്കൽ ക്ലോക്കിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. എന്നാൽ ഇതിനെന്തെങ്കിലും തകരാറുണ്ടാവുമ്പോഴാണ് നമുക്ക് ആ ഒരു ആക്ടിവിറ്റി കറക്റ്റ് സമയത്ത് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത്. ഒരു 3 ദിവസം നമ്മൾ മലം പോവാതിരുന്ന് കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു മലബന്ധം എന്ന് തന്നെ പറയാം. ചിലവർ ഒരു വീക്ക് വരെ ബാത്റൂമിൽ പോവാത്തവരുണ്ടാവും. അത് ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ ആയിരിക്കും ഒരാഴ്ച വരെ മലം പിടിച്ചു വെക്കുക. അവർക്ക് പോകാനുള്ള ചിലപ്പോൾ ഒരു മടിയായിരിക്കും. അവരുടെ പ്ലേസ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബാത്റൂമിൽ പോകാൻ ചിലവർക്കൊരു മടി കാണും. ചിലവരത് പിടിച്ചു വെക്കും. ഈ പിടിച്ചു വെക്കുന്നത് മലബന്ധം കൂട്ടാൻ ഇടയാകുകയുള്ളൂ. അത് നമ്മൾ പിടിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് പൈൽസ് അല്ലെങ്കിൽ ഫിഷർ പോലുള്ള രോഗത്തിലേക്ക് ഇത് ലീഡ് ചെയ്യും. നമുക്കറിയാം, നമ്മുടെ ഫുഡ് ദഹിച്ച് എത്തുന്നത് വൻകുടലിലാണ്. ഈ വൻകുടലിൽ വെച്ചാണ് നമ്മുടെ ഭക്ഷണത്തിലുള്ള ജലാംശം അബ്സോർവ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ കൂടുതൽ സമയം ഈ ഭക്ഷണം നമ്മുടെ വൻകുടലിൽ കിടക്കുകയാണെങ്കിൽ അതിലുള്ള വാട്ടറിൻ്റെ അബ്സോർപ്ഷൻ ഇത് നന്നായിട്ട് ഈ ഒരു വാട്ടർ ഇത് അബ്സോർബ് ചെയ്തെടുക്കും. ഇങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കുന്നതിലൂടെ ഇപ്പം എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ബാത്റൂമിൽ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിറ്റേ ദിവസം ഒരു 8 അല്ലെങ്കിൽ ഒരു 8:30 മണിക്കാണ് ബാത്റൂമിൽ പോകുന്നതെങ്കിൽ അവർ സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയമാണ് അവിടെ ആ ഒരു ഭക്ഷണം ആ ഒരു വൻകുടലിൽ ചെന്ന് കിടക്കുന്നത്. ആ ഒരു സമയം ഈ ഒരു ഭക്ഷണത്തിലുള്ള ഈ ഒരു വാട്ടറിൻ്റെ അബ്സോർപ്ഷൻ കൂടുകയും നമ്മൾ മലമായിട്ട് നമ്മൾ ബാത്റൂമിൽ പോകുമ്പം ഈ മലത്തിന് നല്ല ഒരു ഉണങ്ങിയ അല്ലെങ്കിൽ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുകയും നമുക്ക് മലം പോകാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നത് ഇത് കാരണമാണ്. ഈ ഒരു കാര്യം കൂടുതലും കാണുന്നത് കുട്ടികളിലാണ്. അതുകൊണ്ട് പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുട്ടികൾ വളർന്നു വരുമ്പോൾ തന്നെ അവരുടെ ടോയ്ലറ്റ് ഹാബിറ്റ് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഇനി എന്തൊക്കെ കാരണങ്ങൾ നമ്മൾ ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ നമ്മൾ ട്രീറ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് തന്നെ നമുക്ക് വയറിനൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും. രണ്ടാമത്തത് ഉന്മേഷക്കുറവ്. രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഉന്മേഷമില്ലായ്മയുണ്ട്. ഈ വയറ്റിൽ നിന്ന് പോവാതെ ഇരിക്കുക എന്ന് പറയുന്നത് അത് ബാക്കിയുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാത്ത തരത്തിലുള്ള ഒരു കണ്ടീഷനായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ദേഷ്യം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സ്കിൻ ഡിസീസ് പെട്ടെന്ന് വരും. അവർക്ക് പുറമേ കാണിക്കുന്ന സ്കിൻ ഡിസീസിലൂടെ ആയിരിക്കും. അതുപോലെ അസിഡിറ്റി, ഗ്യാസ്ട്രിക് പ്രോബ്ലം ഇതെല്ലാം ഇവരിൽ ഇങ്ങനെ കൂടി നിൽക്കും. ഒപ്പം ഇവർക്ക് ബാക്ക് പെയിനും അനുഭവപ്പെടും. അപ്പം നമ്മൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത്? ചില ഡിസീസ് കാരണം നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. അതായത് തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗമുള്ളവർക്ക്, ഹെർണിയ, പുരുഷന്മാരിലാണെങ്കിൽ പ്രോസ്ട്രേറ്റിൻ്റെ വീക്കം ഉള്ളവരിൽ, അതുപോലെ ഒബേസിറ്റി, അമിതവണ്ണമുള്ളവരിൽ, എന്തെങ്കിലും മെഡിസിൻസ് സ്ഥിരമായി എടുക്കുന്നവരിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റായിട്ട് ഈ കോൺസ്റ്റിപ്പേഷൻ വരും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, കോൺസ്റ്റിപ്പേഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾ മെഡിസിൻ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ നിങ്ങളൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മോഷൻ പോകുന്നത് കറക്റ്റായിട്ട് പോവും. പക്ഷേ ഇപ്പോൾ ചെയ്യുന്നവർ ഒരു പ്രാവശ്യം മലം പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മലം ലൂസാക്കുന്ന തരത്തിലുള്ള ടാബ്ലറ്റ്സ് വാങ്ങുകയും അത് ഡെയിലി എടുക്കുകയും ചെയ്യും. അപ്പം ഇവർക്ക് ഈ ടാബ്ലറ്റ് ഇല്ലാതെ പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും. ദിവസേന ഇവർ ഈ ടാബ്ലറ്റ് എടുക്കേണ്ടി വരും മോഷൻ കറക്റ്റായിട്ട് പോകാൻ. അതുപോലെ തന്നെ വേറെ ഒരു കാരണമാണ് പ്രോട്ടീൻ മെറ്റബോളിസത്തിന് ഉണ്ടാകുന്ന പ്രശ്നം കാരണം നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അനുഭവപ്പെടും. നെക്സ്റ്റ് ആണ് ഇറിറ്റബിൾ ബൗവൽ സിൻഡ്രോം. അതായത് നമ്മുടെ കുടലിന് വരുന്ന അസുഖങ്ങൾ. ഇത് നമ്മുടെ മലബന്ധം അല്ലെങ്കിൽ ഇടയ്ക്ക് വയറിളക്കം, മലബന്ധവും വയറിളക്കവുമായിട്ട്
മാറി മാറി വരുന്നതാണ് ഈ IBS വരുന്ന ലക്ഷണം എന്ന് പറയുന്നത്. വേറെ ഒന്നാണ് വൻകുടലിന് വരുന്ന ക്യാൻസറുകൾ. അപ്പോൾ ഇതെല്ലാമാണ് ഈ കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള പ്രധാന കാരണം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ഒരു മലബന്ധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മലബന്ധം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഒരിക്കലും സിമ്പിളായിട്ട് കാണരുത്. കാരണം ഏതെങ്കിലും ഡിസീസ് കാരണമാണ് നിങ്ങൾക്ക് മലബന്ധം വരുന്നതെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ട്രീറ്റ് ചെയ്യേണ്ടത് ആ ഡിസീസിന് തന്നെയാണ്. ഇനി മലബന്ധമുള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഫുഡിൽ വരുത്തേണ്ട കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതായത് നിങ്ങൾ ഒരു ദിവസം ഒരു 12 അല്ലെങ്കിൽ 15 ഗ്ലാസ് വെള്ളം കുടിക്കുക. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു 2 ഗ്ലാസ് ഇളം ചൂട് വെള്ളം കുടിച്ചിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ധാരാളം നട്ട്സ് കഴിക്കാം, അതേപോലെ ഫ്രൂട്ട്സ് കഴിക്കാം. ഫ്രൂട്ട്സിൽ സോലുബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ഈ ഫൈബേഴ്സ് നമ്മുടെ മലത്തിൻ്റെ ക്വാണ്ടിറ്റി ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇലക്കറികൾ കഴിക്കാം, പയറ് വർഗ്ഗങ്ങൾ ധാരാളം കഴിക്കാം. പയറ് വർഗ്ഗങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഈ പരിപ്പ്, കടല, ചെറുപയർ, അതുപോലത്തെ പയറ് വർഗ്ഗങ്ങൾ നിങ്ങൾ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ നിങ്ങൾ ശീലമാക്കേണ്ട ഒന്നാണ്, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ കറുത്ത മുന്തിരി, അതായത് ഉണക്ക മുന്തിരി വെള്ളത്തിലിട്ട് ആ വെള്ളം തലേ ദിവസം വെള്ളത്തിലിട്ട് ആ വെള്ളം രാവിലെ കുടിക്കുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് നിങ്ങൾ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ബനാന, അതായത് ചെറുപഴം. ഏത്തപ്പഴം അല്ല, ചെറുപഴം നിങ്ങൾ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ കഴിക്കുക. പിന്നെ നിങ്ങൾ കുക്കുംബർ വെച്ചിട്ടുള്ള സാലഡ് രാത്രി കഴിക്കുക. അതുപോലെ ഫ്രൂട്ട്സിൽ ഏറ്റവും നല്ലതാണ് ആപ്പിളിൽ ഫൈബേഴ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ കിവി, ഓറഞ്ച്, ഇതൊക്കെ നിങ്ങൾ ധാരാളം ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇതുപോലെ നിങ്ങൾ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ബ്രൗൺ റൈസ്. തവിടുള്ള അരി നിങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. തവിട് ഇല്ലാത്ത വൈറ്റ് റൈസ് ആണ് കഴിക്കുന്നതെങ്കിൽ അത് മാറ്റിയിട്ട് നിങ്ങൾ തവിടുള്ള ബ്രൗൺ റൈസ് കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ധാരാളം ബെറീസ് കഴിക്കുക, അതായത് സ്ട്രോബെറി, റാസ്ബെറി, അങ്ങനത്തെ ബെറീസ് ധാരാളം കഴിക്കുന്നത് നല്ലതാണ്. അതിലെല്ലാം ഫൈബേഴ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഈ നാരുകൾ വന്ന് നമ്മുടെ കുടലിൽ നിൽക്കും. കുടലിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ വാട്ടറിനെ അബ്സോർബ് ചെയ്യും. അതുമൂലം നമ്മുടെ മലത്തിന് ഒരു ക്വാണ്ടിറ്റി ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ദിവസവും എക്സസൈസ് ചെയ്യുക. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കൈ രണ്ടും പൊക്കി ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. കാരണം നിങ്ങളിങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നതിലൂടെ നമ്മുടെ കുടലിൻ്റെ മൂവ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുക. ഈ ഒരു ഫുഡ് നിങ്ങൾ മാറ്റുന്നതിലൂടെ തന്നെ നിങ്ങൾ എക്സസൈസും ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 അവർ കഴിയുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ മലം ഒരിക്കലും പിടിച്ചു വെക്കാതിരിക്കുക. നിങ്ങൾക്ക് മലം പോകാനുള്ള ഒരു ടെൻഡൻസി തോന്നുകയാണെങ്കിൽ അത് 10 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ മോഷൻ പാസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ബാത്റൂമിൽ ഇരിക്കേണ്ട പോസ്റ്റർ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നിങ്ങൾ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ, അതായത് ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ അധികം മുന്നിലേക്ക് കുനിയുകയോ അല്ലെങ്കിൽ ബാക്കിലേക്ക് ചാരിയോ ഇരിക്കാതെ നട്ടൽ നിവർത്തി വേണം ഇരിക്കാൻ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മലബന്ധമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇനി ഫുഡിൽ കഴിക്കാൻ പറ്റാത്തതാണ് ഫാസ്റ്റ് ഫുഡ് നിങ്ങൾ കഴിവതും ഒഴിവാക്കുക. നിങ്ങൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതിലൂടെ കോൺസ്റ്റിപ്പേഷൻ കൂടുകയും അത് പൈൽസ് അല്ലെങ്കിൽ ഫിഷറിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് ആണ് വയറിളക്കം. വയറിളക്കം പല കാരണങ്ങൾ കൊണ്ടുവരാം. ഒന്ന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം വരാം, അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ കാരണം വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി കാരണം വരാം. ഫുഡിനോടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിനോടോ ഉള്ള അലർജി കാരണം വയറിളക്കം വരാം. ഈ വയറിളക്കം എന്ന് പറയുന്നത് ഒരു 3-ൽ കൂടുതൽ തവണ, ഒരു ദിവസം 3-ൽ കൂടുതൽ തവണ നമ്മുടെ മോഷൻ മലം ലൂസായിട്ട് പോകുന്നതിനെയാണ് നമ്മൾ വയറിളക്കം എന്ന് പറയുന്നത്. അതിപ്പോൾ ഒരു 20-ൽ കൂടുതൽ തവണ പോവുകയാണെങ്കിൽ നമ്മുടെ ജലാംശം, നമ്മുടെ ശരീരത്തിലുള്ള ജലാംശം കുറയുകയും അത് മരണത്തിലേക്ക് വരെ ലീഡ് ചെയ്തെന്ന് വരാം. ഇപ്പോൾ വയറിളക്കമുള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതായത് മെയിനായിട്ടും നിങ്ങൾ ബാത്റൂമിൽ പോയി കഴിഞ്ഞ് വന്നാൽ നിങ്ങളൊരു 100 ml വെള്ളത്തിൽ ലൈം ജ്യൂസോ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസോ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1 ടീസ്പൂൺ ഗ്ലൂക്കോസിൻ്റെ പൗഡർ ചേർക്കുക. അതിൽ 1/2 ടീസ്പൂൺ ഷുഗർ ഇട്ട് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ വെറുതെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, അതായത് പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ ഒരു വാട്ടർ അബ്സോർപ്ഷൻ വളരെ മെല്ലെയാണ് നടക്കുക. എന്നാൽ നമ്മൾ ഈ ഒരു ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു വെള്ളം നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ആവും. അതുപോലെ തന്നെ ഈ വയറിളക്കം ഉള്ളപ്പം നമ്മുടെ ബോഡിയിൽ ലവണങ്ങളുടെ അളവ് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ സോഡിയം എല്ലാം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഉപ്പ് നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ആഡ് ചെയ്ത് കുടിക്കുകയാണെങ്കിൽ അതെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, വയറിളക്കം ഉള്ളവരൊക്കെ രാത്രി അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് ഹെവി ഫുഡ്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. പകരം നിങ്ങൾക്ക് കഞ്ഞിയും പയറും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ഇത് നിങ്ങളുടെ വയറിലുള്ള ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ വളരെ ഉപകരിക്കും. അതുപോലെ നിങ്ങൾക്ക് മീറ്റ് കഴിക്കാം,
ചിക്കനൊക്കെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ തന്നെ വറുത്ത് പൊരിച്ച് കഴിക്കാതെ നിങ്ങൾ മീനൊക്കെ കഴിക്കുകയാണെങ്കിൽ എരിവ് കുറച്ച് കറി വെച്ച് കഴിക്കുന്നതിൽ തെറ്റില്ല. നെക്സ്റ്റ് 3 ടിപ്പുകളാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് ഒന്ന്, നിങ്ങൾ എല്ലാവരും ചെയ്യുന്നതാണ്, വയറിളക്കം വരുമ്പം എല്ലാവരും സ്ഥിരം വീട്ടിൽ ചെയ്യുന്നതാണ്, ചായ ലൈറ്റായിട്ട് ചായ ഉണ്ടാക്കുക. അത് സ്ട്രോങ് ആവാൻ പാടില്ല. ലൈറ്റ് ചായ എടുത്തിട്ട് അതിലേക്ക് നിങ്ങൾ ഒരു ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്യുക, അത് നിങ്ങൾ കുടിക്കുക. രണ്ടാമത്തെന്ന് പറയുന്നത് ഏത്തയ്ക്കാപ്പൊടി കിട്ടും. കുഞ്ഞു കുട്ടികൾ കുറുക്കുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏത്തയ്ക്കാപ്പൊടി. ഈ ഏത്തയ്ക്കാപ്പൊടിയിൽ ഉപ്പ് ആഡ് ചെയ്തിട്ട് അത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. നെക്സ്റ്റ് ഒരു ടിപ്പാണ് കൂവപ്പൊടി. കൂവപ്പൊടിയിൽ നിങ്ങളൊരു കുറച്ച് ഒരു ഉപ്പ് ആഡ് ചെയ്തിട്ട് നിങ്ങളത് കുറുക്കി കുടിക്കുക. കുറുക്കി കുടിക്കുന്നതിലൂടെ നിങ്ങളുടെ വയറിളക്കം കുറയ്ക്കാൻ ഇത് സഹായിക്കും. പിന്നെ വയറിളക്കം ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത 3 പച്ചക്കറികളുണ്ട്. അതായത് കോളിഫ്ലവർ, ക്യാബേജ്, അതുപോലെ ബീൻസ്. ഇത് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് കൂട്ടാനാണ് ഇത് ഉപകരിക്കുക. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫുഡിൽ ഈ 3 പച്ചക്കറികൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് വയറിളക്കം ഉള്ളവരും മലബന്ധം ഉള്ളവരും നിങ്ങൾ നിങ്ങളുടെ ഫുഡിൽ വരുത്തേണ്ട മാറ്റങ്ങൾ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ സ്വയം ചികിത്സിക്കാൻ നിൽക്കരുത്. ഇപ്പോൾ വയറിളക്കം ഉള്ളവരാണെങ്കിലും ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന വയറിളക്കം അല്ലെങ്കിൽ ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, ഇതൊരിക്കലും നിങ്ങൾ സ്വയം ചികിത്സിക്കാൻ നിൽക്കരുത്. അതിൻ്റെ റൂട്ട് കോസ് ഉണ്ടാവും, അത് നിങ്ങൾ ട്രീറ്റ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പം നമ്മുടെ ഈ ഹോമിയോപ്പതി ചികിത്സയിൽ ഇതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സകളുണ്ട്. ഞങ്ങളുടെ ചികിത്സയിൽ ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്ത് രോഗകാരണങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തിയതിനു ശേഷമാണ് ഇവിടെ നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നത്. നമ്മുടെ മെഡിസിൻസ് എന്ന് പറയുന്നത് ഹോമിയോപ്പതിയുടെ ജന്മനാടായ ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നേരിട്ട് ഹോസ്പിറ്റലിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങളെ ഫോണിൽ വിളിച്ച് നിങ്ങളുടെ ലക്ഷണങ്ങളെല്ലാം കൃത്യമായിട്ട് ചോദിച്ചതിന് ശേഷം മെഡിസിൻ നിങ്ങളുടെ വീട്ടിലെത്തിച്ച് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ, ഈ ഒരു വയറിളക്കം അല്ലെങ്കിൽ മലബന്ധവുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ ഐറിൻ ഷിബു, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.